ശക്തമായ പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ പ്രതിഷേധ ധർണ കഴിഞ്ഞു. അടുത്ത ദിവസം 27-ാം തീയതി DCCയുടെ ആഭിമുഖ്യത്തിലുള്ള DYSP ഓഫീസ് മാർച്ച് നടക്കുകയാണ്. ഇവിടെ തുടക്കം മുതലേ നമുക്കറിയാം, വിക്ഷേപകൻ മരണപ്പെട്ട ആ സമയം മുതൽ ഇൻക്വസ്റ്റ് നടപടി ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും ആ സമര രംഗത്ത് വളരെ സജീവമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളം ആഗ്രഹിച്ച ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എപ്രകാരമാണോ നവീൻ ബാബുവിൻ്റെ കേസിൽ അവിടെ പ്രതിയെ സംരക്ഷിക്കാൻ CPM ശ്രമിച്ചത്, അതേപോലെ തന്നെ കട്ടപ്പനയിലും പ്രതികളെ സംരക്ഷിക്കാൻ CPM ശ്രമിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നവീൻ ബാബുവിൻ്റെ കേസിലുണ്ടായത്. ഇവിടെ ഒരു സംശയവും വേണ്ട, VR സജിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. VR സജിയെ അറസ്റ്റ് ചെയ്യണം. ഇവിടെ കൊലപാതക കേസിലാണ് ഇവർക്കെതിരെ FIR ഇടുന്നത്. സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നു, പക്ഷേ ഇപ്പോഴും അതിനു മേലെ അടയിരിക്കുകയാണ്. ഇവിടെ പോലീസിൻ്റെ കരങ്ങൾ ബന്ധിതമാക്കിയത് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇടുക്കി SP. ഇന്നുവരെയുള്ള അനുഭവം. പക്ഷേ ആ SP-യെ പോലും വരുതിക്ക് നിർത്താനുള്ള ഒരു ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഇന്നുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകാത്ത വിധത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇവർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഏതോ അന്വേഷണ സംഘത്തേക്ക് വെച്ചു എന്ന് പറയും. എന്തിനാണ് ഇവിടെ അന്വേഷണ സംഘം? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന കുടുംബം ആരോപിക്കുന്ന കുറ്റവാളികൾ, പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ ധാരാളം മതി. നവീൻ ബാബുവിനും സമാനമായ സ്ഥിതിയാണ് ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല. വന്നെങ്കിലേ അതിനെ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരത്തുള്ളൂ. അപ്പോൾ ഏതായാലും ഇക്കാര്യത്തിൽ CPM പ്രതിക്കൂട്ടിലാണ്. ആ പ്രതികളിപ്പോൾ മറഞ്ഞിരിക്കുന്നു. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായ സമരരംഗത്ത് ഉണ്ടായിരിക്കും എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. കൊലക്കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് ആവർത്തിക്കുകയാണ്. അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. വെറുതെ 2-3 ഓഫീസേഴ്സിനെ വെച്ച് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഡെഡ് ബോഡി വിട്ടുകൊടുത്തത്. കേസെടുത്തത് എന്താ? അസ്വാഭാവിക മരണത്തിന് അദ്ദേഹത്തിനെതിരെ ആണല്ലോ. നിങ്ങൾ കണ്ടില്ലേ? അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? ഈ പറഞ്ഞതുപോലെ കാര്യം നിയമത്തിൻ്റെ വകുപ്പുകളൊക്കെയാണെന്നൊക്കെ പറയുമെങ്കിലും ഒരു മനുഷ്യ മനസാക്ഷിക്ക് ചേർന്ന ഒരു പ്രവൃത്തിയല്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. വലിച്ചിഴച്ചുകൊണ്ട് കേസ് കൊണ്ടുപോവുകയാണ്. പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഒരു അജണ്ടയാണ് ഇക്കാര്യത്തിലുള്ളത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. ഇനി നാളെ എന്ത് ചെയ്യും? ഇപ്പം ഞാൻ ചോദിക്കുന്നു, ഇതിനകത്ത് കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയും. ഏത് കാര്യത്തിലാണ്? എന്നാൽ പിന്നെ കുടുംബം പറയുന്നങ്ങ് ചെയ്താൽ പോരെ? ഇവർ കുടുംബത്തോടൊപ്പമാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന CPM-ന്റെ നേതാക്കന്മാർ. ആ കുടുംബം പറയുന്നത്, ഭാര്യ മേരി കുട്ടി പറയുന്നത് അവർ ചെയ്താൽ പോരെ? ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിനർത്ഥം ആ കുടുംബത്തെ സംരക്ഷിക്കാനല്ല, കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തുകയായിരുന്നു CPM-ന്റെ തീരുമാനം. അവരത് ആ വിധത്തിൽ അതിന് ഇപ്പോഴും അവരുടെ ചെയ്തികളിലൂടെ തുടർച്ച നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഈ സജിയുടെ ഫോൺ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം റോഷിയുടെ എത്തി, ഇന്നിപ്പോ DN വാസവൻ സഹകരണ മന്ത്രി സംസാരിച്ചു. പക്ഷേ ഇവരാരും ഇയാളെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ചൊന്നും പറയാൻ തയ്യാറാകുന്നില്ല. പ്രതികളെ സംരക്ഷിച്ച് നല്ല പാരമ്പര്യമുള്ളവരാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമുക്ക് ഇന്നുവരെയുള്ള എല്ലാവരും ഇപ്പൊ PP ദിവ്യയെ വാഴ്ത്തപ്പെട്ടവളായി ചിത്രീകരിക്കുന്ന 100% CPM-കാരെ നമുക്ക് കാണാൻ പറ്റും. മറ്റു ഗത്യന്തരമില്ലാതെയാണ് PP ദിവ്യയെ അറസ്റ്റ് ചെയ്ത് അവസാനം ജയിലിൽ കൊണ്ടുവരുന്നത്. അല്ലാതെ ദിവ്യയെ തള്ളി പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടുണ്ടോ? പിണറായി വിജയൻ ഒരു അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? എത്ര ദിവസം കഴിഞ്ഞാണ് ഒരു പ്രസംഗത്തിൽ അതിൻ്റെ ഇടയിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ പിണറായി വിജയൻ പ്രസ്താവന നടത്തിയത്? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു കാര്യമായ പ്രതികരണം നടത്തിയില്ല, അന്ന് നടത്തിയില്ല. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും CPM നേതാക്കന്മാർ ഇന്നുവരെ പ്രതികരിച്ചു? മുഖ്യമന്ത്രി പ്രതികരിച്ചു? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു? ഇല്ല. അവരെ പ്രതിയെ സംരക്ഷിക്കാൻ, സജിയെ സംരക്ഷിക്കാൻ തന്നെയാണ് അവരുടെ നിലപാട്. അത് നമുക്ക് വ്യക്തമാണ്. അവരുടെ ചരിത്രം അതാണ്, ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്.
ഈ കോൺഗ്രസ് ഭരിച്ച ബാങ്ക് കൂടിയാണല്ലോ അത്. ഇപ്പൊ ഈ ഒരു ബാങ്കിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളതായിട്ട് അറിയാമോ? ആ കാലത്ത് ഒരു പ്രതിസന്ധി ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ വെറുതെ പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമില്ല. ഇതിനകത്ത് ഈ പറയുന്ന എന്നാണ് ഈ പറയപ്പെടുന്ന CPM നേതാക്കന്മാർ ഏത് തരത്തിലാണ് അത് ആ കുടുംബത്തോട് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാലോ ആരാ അതിനകത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയതെന്ന്, ആരാണ് അവരെ കൊലയ്ക്ക് കൊടുത്തതെന്ന് ആ കുടുംബത്തിലെ ആളുകൾ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുമുണ്ടല്ലോ. ഇതൊക്കെ ഒരു വെറുതെ ചുമ്മാ മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചു നമ്മളത് പറയുന്നില്ല.